ഭയങ്കര രോഗമാണ് റീല് വിട്ടിട്ട് കളയുന്ന അവിടെ മുടി കളയാൻ നോക്കുന്നു റീല് വിട്ടിട്ട് അല്ല വേറെ കള റീല് വഴി. ഇവരെപ്പോഴും ഒരു സ്വഭാവമുണ്ട്. ഇവര് റീൽസ് ഇങ്ങനെ നമ്മുടെ ഫോണിൽ വിടുക. നമ്മുടെ ഫോൺ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ റീൽസ് വിടും. എന്താ വെച്ചാൽ ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് ഇങ്ങനെ ഹെയർ ഉള്ള എന്തോ വിഗ് പോലത്തെയൊക്കെ വെക്കുന്നതും ഫ്രണ്ടിൽ മുടിയില്ലാത്ത നമുക്ക് നല്ലപോലെ മുടിയുണ്ട്. എന്നിട്ട് നമ്മുടെ മുടി ഇങ്ങനെ കളയുക. എന്നിട്ട് ഉടനെ ലേസർ അടിക്കും. നമ്മളിത് കണ്ടുപോയ ഉടനെ ലേസർ അടിക്കും. നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയുക. നമ്മുടെ അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ ഹെയർ അതിനകത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്ക് അതിൻ്റെ നമ്മുടെ കാര്യം മുടി ചെയ്തില്ല. എന്നിട്ട് നമ്മുടെ മുടിയെല്ലാം കളയുക. നമ്മുടെ വെള്ളത്തിനകത്ത് ഫുള്ള് ഇത് കലക്കുക. ഭയങ്കര രോഗങ്ങളാണ്. ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് മുടിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അടിക്കുക. നമ്മുടെ ഇവിടോട്ട് ഞാൻ ലേസടിയായി ജോലി. ഇത് ഇതെല്ലാം ഇങ്ങനെ റീല് കണ്ടുപോയോ ക്ലിപ്പ് ഇങ്ങനെയുള്ള ഏതാണ്ടല്ലോ നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്താ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഉടനെ തുടർന്ന് ലേസർ അടിക്കുക. ലേസർ അടിച്ച് നമ്മുടെ വോളിയം കുറയ്ക്കുക. ഹെയറിന്റെ വോളിയം കുറയ്ക്കുക. പിന്നെ ഹെയർ പൊരിക്കുക. ഇതെല്ലാം ഇവരുടെ പരിപാടി. നമ്മുടെ വെള്ളത്തിനകത്ത് ഫസ്റ്റ് ചെയ്യുന്നത് വെള്ളത്തിനകത്ത് ആസിഡ് കലക്കുക. നമ്മുടെ എല്ലാ ആൾക്കാരും ചോദിക്കും ഈ കുഞ്ഞുമുടി ഇതെന്താ ഇത്രയാണ്. അപ്പൊ നമ്മൾ പറയാറുള്ളല്ലോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായി കുഞ്ഞുമുടി വരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ അടിക്കുക ലേസർ ഇങ്ങോട്ട് ഇങ്ങനെ പല പല രീതി ഇങ്ങനെ പലതോട് നമ്മളിങ്ങനെ അടിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും റെഡിയാക്കണമെന്ന രീതിയിൽ ഇൻഷുറൻസ് മോട്ടിക്കാൻ വേണ്ടി നടക്കുക. ഇതും കൂടെ എഴുതണം. കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടെ എഴുതാനുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുക. ഡൽഹി നടന്നത് അതുപോലെ ഇവിടെ നടന്നത് എല്ലാം അതും എല്ലാം എഴുതണമല്ലോ. ചൂടാ കോംപ്ലക്സും ഒരു പുരാരി ഹവേലിൽ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ എല്ലാം ഇങ്ങനെ എഴുതണം. അതെല്ലാം എഴുതുന്നുണ്ട്. ഇങ്ങനെ സ്ഥിരം വന്ന് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക. ഇങ്ങനെ പല പല വേലകളാണ് ഇവർക്ക്. പല പല കഥകളാണ്. ടൈപ്പ് ഓഫ് കഥകളാണ് ഇവന്മാരുടെ ജോലികൾ. ഇങ്ങനെ നമ്മളെ മോണിറ്റർ ചെയ്തിരിക്കുക. നമ്മുടെ ഫുള്ള് ബ്ലൂ പ്രിന്റ് ഉണ്ട് ഇവന്മാർക്ക്. നമ്മുടെ ഫുൾ ബോഡിയുടെ ബ്ലൂ പ്രിന്റ് ഉണ്ട്.
നമ്മൾ പല റീൽസും കാണും ഇങ്ങനെ ഇത് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഫോണിലോട്ട് ഇങ്ങനെ പല അസുഖങ്ങളുടെ റീൽസ്, മറ്റേ റീൽസ് നമ്മളിതൊക്കെ ചെയ്തിട്ടാണോ? നമ്മുടെ സ്വന്തം വീടാണ്. പല രീതിയിലാണ് നമ്മളെ ചതിക്കാൻ നോക്കുന്നത്. നമ്മുടെ വസ്തു പിടിച്ചു വരയ്ക്കണം, നമ്മുടെ അങ്ങനെ ഇങ്ങനെ എല്ലാം വേലകളാണ്. ഇത് നമ്മുടെ സ്വന്തം വീടാണ്. നമ്മളിതൊന്നും ചെയ്യേണ്ട കാര്യം. ഇത് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പം തൽക്കാലം ഒന്നും ചെയ്തിട്ടേ നമുക്കൊന്നും നേടാനില്ല. എന്റെ വീടാണ്, എനിക്ക് ഇത് കിട്ടിയതാണ്, എനിക്ക് ഷെയർ കിട്ടിയതാണ് ഈ വീടും, 146 സെന്റ് സ്ഥലവും ഈ വീടും നമ്മളതാണ്. ഇങ്ങനെ കുറച്ച് കഥകളുണ്ടാക്കണ ജോലി, കഥകളോട് കഥകള്. നമുക്ക് ഈ കഥകളിൽ നിന്നുണ്ടാകും ഏതോ വേറെ ആരുടെയൊക്കെയോ എന്തെല്ലാം വേണമെങ്കിലും പിടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ നടക്കുക. പ്രധാനമന്ത്രി സോമരാജൻ നല്ല പരിചയം ഇങ്ങനെ കണ്ടവരെ പിടിച്ചു വാങ്ങിച്ചിട്ട് എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പല രീതിയിലാണ് കൊണ്ട് തട്ടുന്നവന്മാര്. അതിന് തെളിവുകളുണ്ട് കോടതിയിൽ. നിങ്ങൾ തിരക്കിയാൽ മതി. ഉമ്മ എന്ന് പറയുന്ന വ്യക്തി, ആനന്ദൻ എന്ന് പറയുന്ന ഇവന്റെ തന്നെ പ്രധാനമന്ത്രി സോമരാജന്റെ ചേട്ടൻ, ഏറ്റവും മൂത്ത ചേട്ടൻ ആനന്ദൻ, എന്റെ അച്ഛന്റെയും മൂത്ത ആള് ആനന്ദൻ എന്ന് പറയുന്ന ആൾക്ക് മക്കളില്ലായിരുന്നു. അയാളുടെ സ്വത്ത് അയാൾ ആശുപത്രി കിടന്നപ്പോ തള്ളവരിൽ വലിപ്പിച്ചെല്ലാം എടുത്തിട്ട് അവരെ കൊണ്ടുവന്ന് എവിടെയോ കളഞ്ഞു, ഈ അനാഥ മന്ദിരത്തിൽ കൊണ്ട് കളഞ്ഞു, അനാഥ മന്ദിരത്തിൽ. അങ്ങനത്തെ ഇതാ. പിന്നെ കേസൊക്കെ ആയിട്ട് കേസ് കൊടുത്ത് അവർക്ക് പിന്നെ എത്രയോ ലക്ഷം കൊടുക്കാൻ പറയുകയും അങ്ങനെ ഭയങ്കര ഇതായി പറയും. ഇങ്ങനെ ആരുടെയെങ്കിലും സ്വത്ത് പിടിച്ചു പറിക്കാൻ ഇതുപോലെ നടക്കുക. സ്വത്ത് പിടിച്ചു പറിയായി ഇവരുടെ ജോലി.